തിരുവനന്തപുരത്താണ്. അശ്വമേധത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ അധ്യായം പൂർത്തിയായപ്പോൾ പത്തനംതിട്ടയിൽ നിന്നെത്തിയ അജയ് ഗോപിനാഥ് 1 പവൻ സ്വർണം നേടി മത്സരം തുടരുന്നുണ്ടായിരുന്നു. ഇന്നത്തെ അധ്യായം അജയനോടൊപ്പം തുടങ്ങുന്നതിനായി ഇപ്പോൾ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഗ്രാൻഡ് മാസ്റ്റർ ശ്രീ GS പ്രദീപിനെ. അശ്വമേധത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ശ്രീ ബാബു ഭരദ്വാജ് ആൻഡ് ശ്രീ ശശികുമാർ സ്വാഗതം. ആൻഡ് TV സ്വാമിനാഥ അയ്യരെയാണ് മനസ്സിൽ വിചാരിച്ചത്, പരാജയപ്പെടുത്തിയത് അല്ലേ? വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നോ? ഇല്ല. നിഷ, എന്തൊക്കെയുണ്ട് അജയ് വീട്ടിലെ വിശേഷങ്ങൾ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ. എന്ത് ചെയ്യുന്നു അജയ്? ഞാൻ മൊബൈൽ എക്സ്പോർട്ടിൽ പറഞ്ഞു, പ്രൈവറ്റ് ഫീൽഡ്. ശരി. മൊബൈൽ സർവീസിലാണ്, മാർക്കറ്റിംഗ് ആണ്, കസ്റ്റമർ കെയർ, കളക്ഷൻ എല്ലാം ഉണ്ട്. അപ്ലോഡ് സർ സ്വീകരിക്കുന്നു. സ്വാഗതം ചെയ്യാം അജയിനെ. അജയ്യനാകട്ടെ എന്ന ആശംസകളോടെ അശ്വമേധത്തിലേക്ക്. ഇന്ത്യൻ, മലയാളി, പുരുഷൻ, രാഷ്ട്രീയം, കലാസാഹിത്യം പ്രധാന പ്രശസ്തി അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ് അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം പ്രവർത്തനമുണ്ട്. പ്രധാന മേഖല രണ്ടെണ്ണം ഈക്വലാണ്. സാമൂഹ്യ പ്രവർത്തനം അതുപോലെ തന്നെ വേറൊരു പ്രശസ്തി. വേറെ പ്രശസ്തി, ബിസിനസ്, ഉദ്യോഗസ്ഥൻ, മണിമാൻ, അങ്ങനെ എന്തെങ്കിലും ആണോ? ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ അല്ല. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ തൃശ്ശൂർ 10 ചോദ്യങ്ങൾ യജ്ഞം. പേരിനോടൊപ്പം എന്തെങ്കിലും വിശേഷണം വല്ലതും ഉണ്ടോ? ഇരിങ്ങാലക്കുടയാണോ പ്രോപ്പർ? അതെ. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല സോപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? മരിച്ചുപോയി. ഞാൻ ആ ജനന തീയതി വെച്ചാ മരിച്ചുപോയെന്ന് ഉറപ്പിച്ചത്. CR കേശവൻ വൈദ്യൻ അല്ലേ? അതെ. ചന്ദ്രിക സോപ്പിന്റെയും മറ്റും ബിസിനസ്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. കേരളത്തിലെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP-യുമായി വളരെ ശക്തമായ ബന്ധങ്ങളുണ്ടായിരുന്നു. ശ്രീ CR കേശവൻ വൈദ്യർ അന്തരിച്ചു. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, പെട്ടെന്ന് പറയണം. SNDP എന്നതിന്റെ പൂർണ്ണ രൂപമുണ്ട്. യെസ്.